ഇന്നൊരു മനോഹരമായ ദിവസത്തിൻ്റെ ഓർമ്മച്ചെപ്പ് തുറക്കലാണ് കേട്ടോ. 10-18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്തിനെ പിന്നെയും കണ്ടുമുട്ടുകയാണ്. ആളെന്നെ കാണാൻ വന്നിരിക്കുകയാണ് മാംഗ്ലൂരിൽ നിന്ന്. എന്ത് രസമല്ലേ അങ്ങനത്തെ ആ ഒരു മുഹൂർത്തം എന്ന് പറയണത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓസ്ട്രേലിയ വന്നതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ ഒരുപാട് സമ്മാന പൊതികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ മക്കൾക്കും എനിക്കിതൊക്കെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ മാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുറച്ച് പ്രയാസമായ കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ചിലപ്പോഴൊക്കെ ഒരു പോസ്റ്റൽ വഴിയൊക്കെ കുറച്ച് സമ്മാനങ്ങളൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് കേട്ടോ. ഈ തവണ എന്നെ കാണാൻ വന്നിരിക്കുന്നത് സാരിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ കുറേ സ്നാക്സുകൾ, എന്താ പറയുക, മധുരക്കിഴങ്ങ് വറുത്തത്, മാംഗ്ലൂർ സ്റ്റൈൽ മുറുക്ക്, തട്ടുമുറുക്ക്, പിന്നെന്താ കാതല്ല അത്, അങ്ങനെ നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ പലഹാരങ്ങൾ കേട്ടോ. തട്ടുമുറുക്കാണ് കേട്ടോ. അതൊക്കെ എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ കൊണ്ടുവന്നിരിക്കണത് എനിക്ക്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അത് ഞാൻ വളർന്ന വീട്, അതായത് ഞാൻ പഠിച്ചതും വളർന്നതും എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും എന്നൊക്കെ പറയാം. യൗവനമൊക്കെ ഇനി എത്ര ഇവിടെ കിടക്കണോ. അപ്പോൾ ഇത് തിരുവമ്പാടി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. എപ്പോഴും ഇവിടെ വേലയും പൂരവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തൃശ്ശൂർ നഗരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇനി അമ്പലങ്ങളുടെ ഒരു നാടാണ് തൃശ്ശൂർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ വൈബ് തന്നെ വേറെ. കാരണം ഞങ്ങൾക്ക് ഇവിടെ പഠിച്ചതും വളർന്നതുമായ കാരണം കൊണ്ട് തന്നെ. പിന്നെ ഞാൻ അവിടെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാൻ കുറച്ച് ഈ സാമ്പാർ പൊടിയും രസത്തിൻ്റെ പൊടിയൊക്കെ മേടിക്കാമെന്ന് വെച്ചാൽ വന്നത്. ഭാഗ്യം ഞാൻ കൊണ്ടുവരാഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് വന്നത്. അപ്പോൾ അവിടെ സ്ഥിരമായിട്ടൊരു പച്ചക്കറി വിൽക്കുന്ന ഒരാളുണ്ട് തിരുവമ്പാടി അമ്പലത്തിൻ്റെ അവിടെ. അപ്പോൾ അവിടെ നിന്നാണ് അമ്മയുടെ കൂട്ടുകാരൊക്കെ കുറേശ്ശെ പച്ചക്കറി കൊണ്ടുപോകും. അപ്പോൾ നല്ല മുടുമുടാന്നിരിക്കണ പച്ചക്കറി കേട്ടോ. ഈ മത്തങ്ങ കണ്ടോ, പച്ച കളർ ഇങ്ങനെ ഔട്ടറായിട്ട് ഒരു ഇളയതുപോലെ. ഇതുകൊണ്ട് മോരുകറി വെച്ചാൽ നല്ല രുചിയാണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു പ്രത്യേകതരം മത്തൻ മോരുകറി ഉണ്ട്, നല്ല രസമാണ് കേട്ടോ. അതുപോലെ ഇത്രയും കൂടെ അത് മഞ്ഞയാവില്ല കേട്ടോ. ആ മത്തങ്ങ കുറച്ചും കൂടെ ഒരു ഇളം മഞ്ഞയാണ് കേട്ടോ അതിൻ്റെ കളറ്. അത്ര രുചി ഉണ്ടാവും അങ്ങനെ വെക്കാനായിട്ട്. എൻ്റെ ചെറുതിലൊക്കെ ഗുരുവായൂർ പോകുമ്പോൾ ഞങ്ങളങ്ങനെ കഴിക്കാറുണ്ട്. പറയാൻ പറഞ്ഞു, തിരുവമ്പാടി അമ്പലം കൃഷ്ണൻ്റെ അമ്പലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റിനുമാണ് ഈ പറയുന്ന ആൾ നിൽക്കുന്നത്. ഇയാൾ മണ്ണുത്തിക്കാരനാണ്. ഈ ആളുടെ വീട് പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ സുന്ദരി അമ്മയെ കണ്ടോ, ആ അമ്പലത്തിൻ്റെ ഒരു വൈബ് തന്നെ അവരിൽ ഉണ്ടാവും. എപ്പോഴും മുല്ലപ്പൂക്കെ ചൂടി അങ്ങനെയാണ് കേട്ടോ അമ്മ അവിടെ. അപ്പോൾ ഇങ്ങേരോട് ഞാൻ വർത്താനം വിശേഷം നമ്മുടെ കുശലാന്വേഷണം ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ കടയ്ക്ക് പേരിടാത്തേന്ന്. അപ്പോൾ ആളെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ വലിയ കടക്കാരൊന്നും അല്ലല്ലോ ചേച്ചി എന്നൊക്കെ. എനിക്ക് അങ്ങനെയൊന്നും പറയണത് ഇഷ്ടമല്ല. കാരണം നമ്മളൊക്കെ ഈ തൃശ്ശൂരിൽ ജഗജല്ലാടികൾ എന്നൊക്കെ പറയും നമ്മുടെ ഒരു ഭാഷയിൽ. അയ്യോ ദൈവമേ, ഞാൻ മലയാളമൊക്കെ മറന്നല്ലോ ഈശ്വര. അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് ജീവിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഓർമ്മകളോ എന്നൊക്കെ പറയാം ഞങ്ങളെയൊക്കെ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ പറയണമെന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങേരോട് പറയുകയാണ്, നിങ്ങൾ അധ്വാനിച്ചല്ലേ മനുഷ്യ ജീവിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെയൊക്കെ എനിക്ക് അങ്ങനെ പറയണമെന്നും ഇഷ്ടമല്ല. നമ്മൾക്ക് എന്താണോ ഉള്ളത് അത് നമ്മുടെ ആത്മാഭിമാനം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലും ഒരു സന്തോഷമല്ലേടോ, ഇതെന്ത് കഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങേർക്കും ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്ത് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അവിടെ നമ്പർ കണ്ടുവച്ചത്. അപ്പോൾ ഈ നമ്പറാണ് അയാൾ എഴുതി വെച്ചത്. സഞ്ചി കൊണ്ടുവരിക എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതാണ് അങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെ ആരെ പറഞ്ഞ മാതിരി നാട്ടുവഴിയിലെ അങ്ങനെ ഒരു പാട്ടില്ലേ, ഓർക്കുന്നുണ്ടോ? അതേ മാങ്ങയൊക്കെ കണ്ട ഒരാൾക്കും വേണ്ടെന്ന് തോന്നുന്നത്. അതൊക്കെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ഞാൻ കുറേ കാലമായിട്ട് അവിടെ നിൽക്കുന്നതെന്നുള്ള ഒരു അഹംഭാവത്തിലാണ് അവിടെ നിൽക്കുന്നത്. ആ മാവയ്ക്ക് മുത്തച്ഛമ്മാവാണ്. ആളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് റോട്ടിലേക്കാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അഞ്ജുവിനെ കൊണ്ടാക്കാൻ പോയി. അയ്യോ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ കൂട്ടുകാരിയുടെ. ആളുടെ പേര് അനിത എന്നാണ്, അഞ്ജു എന്നാണ് വിളിക്കുക. അപ്പോൾ ആളുടെ വീട് അയ്യന്തോളിലും ഉണ്ട്. ആൾക്ക് എവിടെയൊക്കെ വീടുണ്ടെന്ന് ഇത് മാത്രം ആൾ കേൾക്കണ്ട. അപ്പോൾ ആളുടെ വീടാണ് കേട്ടോ ഇത്. അരവിന്ദ് എന്നാണ് വീടിൻ്റെ പേര്. അപ്പോൾ ഈ വീട്ടിൽ അവിടെ മുകളിലൊക്കെ കുറച്ച് ഇരുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും അങ്ങനെ പെട്ടിട്ടില്ല. എന്നാലും
ജസ്റ്റ് ഞങ്ങളൊന്ന് കുശലമന്വേഷണം അവിടെയും എവിടെ പോയാലും ഈ കുശലാന്വേഷണം തന്നെയാണ്. അപ്പോൾ ഇവിടെ നേരിട്ട് കാണുന്നത് 2 അടിയും കൂടിയില്ല നടക്കാൻ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഒരു എന്താ പറയുക, ഊണൊക്കെ കൊടുക്കുന്ന അങ്ങനത്തെയൊക്കെയുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു 5 എപ്പോഴും പറയും ഒരു ദിവസം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് എന്ന് പറയപ്പോഴും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ വീഡിയോസ് മിസ്സിങ് ആണ്. എൻ്റെ വീട് പനഞ്ചകത്തും കൂടെ ഉണ്ട്. അവിടെയും എന്നൊക്കെ പറയണോ, ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് ഇന്ന് തന്നെ, ഈ ദിവസം തന്നെ. പക്ഷെ അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ മനഃപൂർവ്വമല്ല ഇതൊന്നും കേട്ടോ, വേണമെന്ന് വെച്ച് ചെയ്യണ പണികളൊന്നുമല്ല. അതെന്തോ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് കാണി, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് നന്ദി, നമസ്കാരം, ടാറ്റ, ബൈ ബൈ.